നമസ്കാരം. ചേരേണ്ടതേ ചേരൂ എന്നും പ്രിയങ്ക റോബർട്ട് വദ്രയുടെ ഭർത്താവിന്റെ കാര്യമാണ് കേട്ടോ. എന്തായാലും കോൺഗ്രസ് കുടുംബത്തിന് അല്ലെങ്കിൽ മദാമ്മ കുടുംബത്തിന് ചേർന്ന മരുമകൻ തന്നെയാണ്. പാവത്തിന് അമേഠിയിൽ മത്സരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ടിക്കറ്റ് കൊടുത്തില്ല. ഞാൻ റോബർട്ട് വദ്ര എല്ലായിടത്തും മത്സരിക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെയാണ് കടന്ന് വിളിച്ചു കൂവിയത്, പണ്ട് AK ബാലൻ പറഞ്ഞതുപോലെ. അപ്പം അത്തരത്തിൽ കുറെ ഡയലോഗൊക്കെ അടിച്ചു. ആള് വലിയ ബിസിനസ്സുകാരനാണ്. ഇപ്പൊ 2014 ശേഷം അല്ലെങ്കിൽ 2018 ശേഷം വലിയ ബിസിനസ് ഒന്നും നടത്തുന്നില്ല. ഹരിയാനയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ഭൂമി ഇടപാടും സ്ഥലം വെട്ടിപ്പും ഫ്ളാറ്റ് ഇടപാടും ഒക്കെ നടത്തി ആള് ഇപ്പോഴും കുറ്റാരോപിതനാണ്, ജാമ്യത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ ചില പാരകൾ റോബർട്ട് വദ്രയ്ക്ക് വന്നിരിക്കുകയാണ്. റോബർട്ട് വദ്ര വിചാരിച്ചത് അമ്മായിയമ്മയും അളിയനും ഒക്കെ തന്നെ ഇനിയും ഭരിക്കും, അപ്പൊ എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന്. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി ഇന്ത്യ ഭരിക്കുമെന്നും ഇവിടെ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും നടക്കില്ല എന്നുള്ള കാര്യമൊന്നും മരുമകൻ വദ്ര വിചാരിച്ചിട്ടുണ്ടാകില്ല. ഇയാളുടെ സുഹൃത്ത്, അതായത് റോബർട്ട് വദ്രയുടെ സുഹൃത്തും ഏറ്റവും അടുത്ത പങ്കാളിയുമായ ആയുധദല്ലാള് സഞ്ജയ് ഭണ്ഡാരിയെ പിടികിട്ടാ സാമ്പത്തിക കുറ്റവാളിയായി ഡൽഹി കോടതി പ്രഖ്യാപിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ED ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നു, അത് ഡൽഹി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. അതായത് ഇയാളെ പിടിച്ചാൽ, സഞ്ജയ് ഭണ്ഡാരിയെ പിടിച്ചാൽ ആദ്യം കൊടുക്കുന്നത് റോബർട്ട് വദ്രയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇയാളുടെ ഏറ്റവും അടുത്ത ആളാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്നീ കുറ്റങ്ങളുടെ പേരിൽ വിചാരണ നേരിടേണ്ട സഞ്ജയ് ഭണ്ഡാരി 2016 ഇന്ത്യ വിട്ട് ഓടിപ്പോവുകയായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ആരോപണ പ്രകാരം 2017 സഞ്ജയ് ഭണ്ഡാരിക്കെതിരെ കള്ളപ്പണം, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന് കേസെടുത്തത്. ഭണ്ഡാരി വിദേശത്തെ തന്റെ സ്വത്തുക്കൾ ഒളിച്ചു വെക്കുകയായിരുന്നു എന്നാരോപിച്ച് 2020 ED ഇയാൾക്കെതിരെ കേസെടുത്തു. റോബർട്ട് വദ്ര ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. പ്രതിരോധ രംഗത്ത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നും ഓർഡറുകൾ പിടിക്കുന്ന ദല്ലാൽ കൂടിയായിരുന്നു സഞ്ജയ് ഭണ്ഡാരി കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ തന്നെ. ഇയാൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. UPA ഭരണകാലത്ത് ആയുധങ്ങൾ വിറ്റതിന് സഞ്ജയ് ഭണ്ഡാരിക്ക് വൻ തുക കമ്മീഷൻ ലഭിച്ചതായുള്ള റിപ്പോർട്ടുമുണ്ട്. അത്തരത്തിൽ രാജ്യത്തെ വരെ ഒറ്റുകൊടുക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യം നടത്തിയ വ്യക്തിയാണ്, അയാളുടെ കൂട്ടുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട അളിയൻ റോബർട്ട് വദ്ര. ഈ തുക റോബർട്ട് വദ്രയ്ക്ക് UK ആഡംബര ഫ്ളാറ്റ് വാങ്ങാൻ സഞ്ജയ് ഭണ്ഡാരി നൽകിയതായുള്ള ആരോപണമുണ്ട്. ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിക്ക് ആയുധ കച്ചവടത്തിൽ ലഭിച്ച കമ്മീഷൻ ഉപയോഗിച്ചാണ് റോബർട്ട് ലണ്ടനിൽ ഫ്ളാറ്റ് വാങ്ങിയത് എന്ന് അറിയുന്നു. മാത്രമല്ല ഇതിനൊക്കെ തന്നെ രാഷ്ട്രീയമായ എല്ലാവിധ പിന്തുണയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് ലഭിച്ചതായുള്ള വാർത്തയുമുണ്ട്. 2014 മുമ്പ് ഇവരുടെ ഒരു തേരോട്ടമായിരുന്നു. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ആയുധ കച്ചവടവും ആയുധ ഇടപാടുകളും നടത്തി അതിലൊക്കെ കമ്മീഷനായി നിന്നുകൊണ്ട്, കമ്മീഷൻ കൈപ്പറ്റി നിന്നുകൊണ്ടുള്ള തോന്നിയാസങ്ങളായിരുന്നു റോബർട്ട് വദ്രയും സഞ്ജയ് ഭണ്ഡാരിയും ഒക്കെ കാട്ടിക്കൂട്ടിയത്. എന്തായാലും റോബർട്ട് വദ്രയിലേക്ക് EDയുടെയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ സംഘങ്ങളുടെയും ഒക്കെ വിരലുകൾ എത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ഇയാള് വിദേശത്താണ്. ഇയാളെ നാട്ടിൽ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ നൽകാനുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കും എന്ന് EDയും കോടതിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ റോബർട്ട് വദ്ര എന്ന പ്രിയങ്ക റോബർട്ട് വദ്രയുടെ ഭർത്താവും ഇയാളും ഈ ഒരു വിഷയത്തിൽ കുടുങ്ങും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.